Hello everyone, welcome back to Ejivala 2.0 +2 economics model examന്റെ ഷുവർ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഷുവർ 5 മാർക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റും 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ചാപ്റ്റർ ബേസ് ക്ലാസ്സുകൾ, മിസ്സിന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സുകൾ, അതുപോലെ തന്നെ PYQ സെക്ഷൻസ്, മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ, മോഡൽ എക്സാമിന് ശേഷം നമ്മൾ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ളത് ഒന്നും കൂടി നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് മോഡൽ എക്സാമിന് ശേഷമുള്ള ഒരു 1 വീക്ക്. അപ്പോൾ മാർച്ച് 2 വരെയുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ 7907664613 നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, മാത്സ്, ഇക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഇതൊക്കെയാണ് നമ്മൾ അവൈലബിൾ ആയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കേട്ടോ. അവൈലബിൾ ആയുള്ള സബ്ജക്റ്റുകൾ എല്ലാ സബ്ജക്റ്റും 500 രൂപയ്ക്കാണ്. ക്രാഷ് ബാച്ചിൽ ഉണ്ടായിരുന്ന റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനുശേഷം മോഡൽ എക്സാമിന് ശേഷമുള്ള ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാം ആകുമ്പോഴാണ് നിങ്ങളൊന്ന് പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററുകൾ അറിയില്ല, ഇമ്പോർട്ടൻസ് അറിയില്ല, എങ്ങനെയാണ് പ്രോബ്ലംസ് അറിയില്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് +2 ഇക്കണോമിക്സിലെ നാളത്തെ ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ചൊക്കെ മിസ്സിന്റെ എക്സ്പ്ലനേഷൻസും അതുപോലെ നോട്ടും മിസ്സിവിടെ കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഓൾറെഡി അവൈലബിൾ ആണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ വേർഡ്സിലൊക്കെ എഴുതാൻ പറ്റുന്ന തരം ടോപ്പിക്കുകളാണ്. നോക്കി നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. അത് മിസ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ. വാട്ട് ടു പ്രൊഡ്യൂസ്, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹും ടു പ്രൊഡ്യൂസ്. 3 മാർക്കിനാണ് വരാറ്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻ മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇൻഡിഫറൻസ് കർവും അതിന്റെ പ്രോപ്പർട്ടീസും മിസ് കാണിച്ചു തരാം എങ്ങനെയാണ് എഴുതാന്നുള്ളത്. അത് നമുക്കൊരു 4 മാർക്ക് വരെയാണ് കേട്ടോ ചോദിക്കാറ്. 4 മാർക്ക് വരെ ചോദിക്കാറുണ്ട്. 5 ഡിഗ്രീസ് ഓഫ് ഫിലോസഫി ഓഫ് ഡിമാൻഡ്, അത് എങ്ങനെയാണ് വരയ്ക്കാന്നൊക്കെ കാണിച്ചു തരാം. റിട്ടേൺ ടു സ്കെയില്, ഓരോ പാഠങ്ങൾ എഴുതിത്തരാം. ഇൻഡിഫറൻസ് കർവ് സെക്കൻഡ് ചാപ്റ്റർ മൈക്രോ. നാളെ ഉച്ചയ്ക്കാണ് പരീക്ഷ. അപ്പോൾ ഇപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് പഠിച്ചാൽ മതിയാവും, കിട്ടും കേട്ടോ. റിട്ടേൺ ടു സ്കെയില് തേർഡ് ചാപ്റ്റർ മൈക്രോ ആണ്. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ, അതായത് M1 M2 M3 M4 ആണ് കേട്ടോ ഇവിടെ പഠിക്കേണ്ടത്. M1 M2 M3 M4 ആണ് പഠിക്കേണ്ടത്. മെഷേഴ്സ് അത് മാക്രോയിലെ 3 പാഠമാണ് കേട്ടോ. മാക്രോയിലെ 3 പാഠം. 3 ലിങ്കേജസ് ഇൻ ഓപ്പൺ ഇക്കോണമി 3 മാർക്കിന് ചോദിക്കും. അതും മാക്രോയിലെ 6ാമത്തെ പാഠമാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് മാക്രോയിലെ 5th ചാപ്റ്റർ ആണ്. ഇതൊക്കെ മിസ് ഇപ്പൊ നിങ്ങൾക്ക് നോട്ട് ഒന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഫങ്ഷൻസ് ഓഫ് മണി നമുക്ക് 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. മാക്രോയിലെ 3rd ചാപ്റ്റർ ആണ്. പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വേണം നമുക്കത് എഴുതാനായിട്ട്. ഓക്കെ, ദെൻ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്നുള്ളത് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അത് മാക്രോയിലെ 3rd ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. മാക്രോയിലെ 3rd ചാപ്റ്റർ. GDP-നെ നമുക്ക് വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? മാക്രോയിലെ 2nd ചാപ്റ്റർ ആണ്. 2nd ചാപ്റ്ററിലാണുള്ളത്. അതിൽ 4 പോയിന്റാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, ഇതൊക്കെ 4 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് ഒക്കെ ആയിട്ട് വരാറ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമുക്ക് മാക്രോയിലെ 2nd ചാപ്റ്റർ ആണ് കേട്ടോ. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഫ്ലെക്സിബിൾ ആൻഡ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞ പാഠം മാക്രോയിലെ ലാസ്റ്റ് ചാപ്റ്റർ, മാക്രോയിലെ 6th ചാപ്റ്റർ ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ്, ഇത് മൈക്രോയിലെ 4ാം പാഠമാണ്. കേട്ടോ. നമുക്കിനി ഇതിലെ മെയിൻ ടോപ്പിക്കുകൾ, കുറച്ച് ടോപ്പിക്കുകളൊക്കെ മിസ് പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടതെന്നും എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക്. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഹാൻഡ് റിട്ടൺ നോട്ട്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. അങ്ങനത്തെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓരോന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് മിസ് പറഞ്ഞ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. 3 മാർക്കിനാണ് ചോദിക്കാറ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹും ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസിൽ ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് വേണം? ലക്ഷറി ഗുഡ്സ് വേണോ അതോ ഫുഡ് ഐറ്റംസ് വേണോ? ഹൗ ടു പ്രൊഡ്യൂസിൽ നമ്മൾ എഴുതാനുള്ളത് ഏത് ടെക്നോളജി യൂസ് ചെയ്യണം? ലേബർ ഇൻറ്റൻസീവ് ആണോ അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ? ദെൻ ഹും ടു പ്രൊഡ്യൂസിൽ നമ്മൾ എഴുതാനുള്ളത് ആർക്ക് നിർമ്മിക്കണം, അതായത് ആർക്കാണ് കൊടുക്കേണ്ടത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിൻ്റെ എന്താണ് പേയ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ആണ് കേട്ടോ അതിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമിയിൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ നിങ്ങൾ മിസ് പറയാത്തൊരു ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. പഠിക്കണം, 3 മാർക്ക് 4 മാർക്കിലൊക്കെ ചോദിക്കും കേട്ടോ.
വളരെ ഷോർട്ട് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു 1913 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയി, ബാങ്ക് ഫെയിലിയേഴ്സ് ഉണ്ടായി, ഡ്രൗട്ട് ഉണ്ടായി, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് എംപ്ലോയ്മെന്റ് കുറഞ്ഞു, പർച്ചേസ് കുറഞ്ഞു, ഡിമാൻഡ് കുറഞ്ഞു, മില്യൺസ് ഓഫ് ഫാമിലീസ് ലോസ് ദെയർ സേവിങ്സ് ആൻഡ് ന്യൂമറസ് ബാങ്ക്സ് ആർ കൊളാപ്സ്. ഒരുപാട് ബാങ്കുകൾ നശിച്ചു, ഒരേ ആൾക്കാർക്ക് അവരുടെ സേവിങ്സ് നഷ്ടമായി. അങ്ങനെ വലിയൊരു മാറ്റം തന്നെ നമ്മുടെ ഇക്കോണമിയിൽ സംഭവിച്ചു. ഇത് USA ആദ്യം ഉണ്ടായത് കേട്ടോ, USA ഫസ്റ്റ് ഉണ്ടായത്. പക്ഷേ അത് പിന്നീട് എല്ലാത്തിലേക്കും വ്യാപിക്കുകയാണ് ഉണ്ടായത്. ആ കാലത്ത് ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കഥ പോലെ പഠിക്കുക. മാക്രോ എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായെന്നാണ് പറയുന്നത്. ഇതില് ജോൺ മെയ്നാർഡ് കീനസ് എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഇക്കണോമിസ്റ്റ്, ജേർണലിസ്റ്റ് ആണ്, ഫിനാൻസർ ആണ്. അയാള് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ഏതാണെന്നറിയാം ബുക്കിന്റെ പേര്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് മണി 1935. അതിലാണ് എക്കണോമിക് റിസർച്ചിനും അതുപോലെ ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് തിയറീസ് എല്ലാം അദ്ദേഹം അതിൽ പറഞ്ഞു. അന്ന് മുതലാണ് മാക്രോ എക്കണോമിക്സ് സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് ആണെന്നും അതുമുതൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയും. ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ആണ് ഇതിലേക്ക് നയിച്ചത്. അതുവരെ ക്ലാസിക്കൽ തിങ്കേഴ്സ് അവരുടേതായ തീരുമാനങ്ങളിലായിരുന്നു നടന്നിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതി വെക്കുക. അതിൽ ജോൺ മെയ്നാർഡ് കീനസിന്റെ ആ ബുക്കും ആ ഒരു ക്രൈസിസും എല്ലാം ഉണ്ടാവണം കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞത് നമ്മൾ റിട്ടേൺ ടു സ്കെയിൽ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ലോ ആണ് കേട്ടോ. ലോങ് റണ്ണിലെ ലോ ആണ് റിട്ടേൺ ടു സ്കെയിൽ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്, എല്ലാ ഫാക്ടേഴ്സും ഇവിടെ വാരിയബിൾ ആയിരിക്കും കേട്ടോ. ഇനി ഇവിടെ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് കോസ്ഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. നമ്മൾ എത്രത്തോളം ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും മാറ്റം വരുന്നത് അതേ പ്രൊപ്പോർഷൻ ആയിട്ട് തന്നെ മാറ്റം വരും. അതാണല്ലോ വെൻ ഓൾ ഇൻപുട്സ് ആർ ചേഞ്ച് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ TP റെസ്പോണ്ട് ഇൻ 3 ways. നമ്മൾ ഈ പ്രൊപ്പോർഷനിൽ ചേഞ്ച് വരുത്തുമ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റിന് 3 രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ലോങ് റണ്ണിൽ. ഇൻക്രീസിംഗ് ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, ഡിക്രീസിംഗ് ഓർ ഡിമിനിഷിംഗ് ഉണ്ട്. ഇൻക്രീസിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒരു പെർസെൻറ്റേജ് ഇൻപുട്ട് അത്രയും പെർസെൻറ്റേജ് തന്നെ ഔട്ട്പുട്ടിൽ വരിക. അതായത് അതിനേക്കാൾ കൂടുതൽ ഇൻക്രീസിംഗ്, അതായത് 20% നമ്മൾ ഇൻപുട്ട് കൊടുത്ത 60% ഔട്ട്പുട്ട് ചേഞ്ച് വരിക. അതാണ് ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കിൽ, നമ്മൾ കൊടുത്ത പ്രൊഡക്ഷനേക്കാൾ കൂടുതൽ. കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അത്ര തന്നെ നമുക്ക് ചേഞ്ചസ് വരിക. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കിൽ. ഡിമിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കുറവ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ടോട്ടൽ പ്രോഡക്റ്റ് 3 വേയിലാണ് പോകുന്നത് എന്നാ പറയുന്നത്: ഇൻക്രീസിങ്, കോൺസ്റ്റന്റ്, ഡിമിനിഷിങ്. എവിടെയാണിത്? ലോങ് റൺ പ്രൊഡക്ഷനിൽ. ആ ലോങ് റൺ പ്രൊഡക്ഷനിൽ ആ ഒരു ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റിട്ടേൺ ടു സ്കെയിൽ കേട്ടോ. അപ്പൊ റിട്ടേൺ ടു സ്കെയിൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഈ ഒരു പോയിന്റ് വൈസ് എഴുതി വെച്ചാലും മതി. ഓക്കെ, ഇനി നമ്മൾ പിന്നെ പറഞ്ഞൊരു ടോപ്പിക് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇത് 8 മാർക്കിലേക്ക് പോവാറുണ്ട്, 5 മാർക്കിലേക്കും പോവാറുണ്ട്. അപ്പൊ നമുക്ക് 8 മാർക്കിനും 5 മാർക്കിനും അറിയണം. അപ്പൊ ആദ്യം ഇവിടെ ഒരു 8 മാർക്കിന്റെ കണ്ടന്റ് രീതിയിലാണ് മിസ് ചെയ്തിരിക്കുന്നത്. അതായത് എന്താണ് പ്രോഫിറ്റ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഇസ് നോൺ ആസ് പ്രോഫിറ്റ്, TR മൈനസ് TC. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പൈ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ TR മൈനസ് TC ആണ് പൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കുക. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രൊഡ്യൂസർ ഇസ് മാക്സിമൈസ് പ്രോഫിറ്റ്. ഇതൊക്കെ നമുക്കറിയാം. മെയിൻ ഒബ്ജക്റ്റീവ് പ്രൊഡ്യൂസറുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഔട്ട്പുട്ട് ലെവൽ അറ്റ് വിച്ച് മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് ഇസ് നോൺ ആസ് ഇക്വിലിബ്രിയം ലെവൽ. എവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് നമുക്ക് ഇക്വിലിബ്രിയം ലെവൽ എന്ന് വിളിക്കാം. അതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു തുടക്കം നിങ്ങളൊരു ഇൻട്രോ ഇതുപോലെ കൊടുത്തിരിക്കണം. ഇതുപോലെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണ്ടീഷൻ നമ്പർ 1 ഇങ്ങനെ തന്നെ എഴുതാം. എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു MC. ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ഓർ ലെസ് ദാൻ PC. അതായത് അതിന്റെ പിക്ചർ വരച്ച് വെക്കാം. ഇതാണ് നമ്മുടെ പ്രൈസ് ലൈൻ P. ഇതിനോട് ഈക്വൽ ആയിരിക്കും നമ്മുടെ MC കർവ്. അപ്പോൾ MC കർവ് വരച്ചിട്ട് 2 പോയിന്റ് നമുക്ക് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ജസ്റ്റ് MC കർവ് വരയ്ക്കുക, P വരയ്ക്കാം. ഇത് നമ്മൾ ഈ ലൈൻ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ വരയ്ക്കാം. അറ്റ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് MC ഷുഡ് നോട്ട് ബി ഡിക്രീസിങ്. MC കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ദി ബിലോ. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ P MR AR. എന്നിട്ട് ഒരു MC കർവ് ഇവിടുന്ന് വരച്ചു കൊടുക്കുക. MC കർവ് എന്ന് പറയുന്നത് താഴെ നിന്ന് മേലോട്ട് കട്ട് ചെയ്യണം. അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മൾ എടുക്കുക. ഈ പോയിന്റിൽ മേലും താഴത്തോട്ടാണ് കട്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? MC ഷുഡ് ഇൻക്രീസിങ്, കൂടിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കർവ് വരച്ചു കൊടുക്കാം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? പ്രൈസ് ലൈൻ ഷുഡ് മോർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം പോയിന്റ് ഓഫ് AVCയുടെ മിനിമം പോയിന്റിന്റെ മോർ ദാനോ അല്ലെങ്കിൽ അതിന്റെ ഈക്വലോ ആയിരിക്കണം. കണ്ടോ? 2 ഫിഗർ മിസ് വരച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം എന്നാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ആ ഫിഗറുടെ വരച്ച് വെക്കുക. ഷോർട്ട് റണ്ണിൽ 3 എണ്ണം അങ്ങനെ ചുരുക്കി എഴുതാം. P MC ഷുഡ് ബി ഇൻക്രീസിങ്, P ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം പോയിന്റ് ഓഫ് AVC എന്നിട്ട് ഈ ഒരു ഫിഗറും കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ 3 കണ്ടീഷൻസ് ആയി. ഓക്കെ,
ദെൻ നമ്മോട് ചോദിക്കാനുള്ള ഒരു 3 മാർക്കിന്റെ വേറൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്നുള്ളത്. ദ സിറ്റുവേഷൻ വേർ ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഇസ് നോൺ ആസ് നോ പ്രോഫിറ്റ് നോ ലോസ്. അല്ലെ, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുക. അത് ഷോർട്ട് റണ്ണിലെ മിനിമം പോയിന്റ് ഓഫ് SAC ആണ്, ലോങ് റണ്ണിലെ മിനിമം പോയിന്റ് ഓഫ് LRAC ആണ്. ഈ ഫിഗർ ഒന്ന് വരച്ചു വെക്കാം. നമ്മൾ അവിടെ പറഞ്ഞ അതേ സെയിം ഫിഗർ ആണ്. പ്രൈസ് ലൈൻ വരയ്ക്കുക, SMC, AVC, SAC വരയ്ക്കുക. എന്നിട്ട് SACയുടെ മിനിമം പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റിന് ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആണ് ഇൻഡിഫറൻസ് കർവ്. എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ലോക്കസ് പോയിന്റ് ഓഫ് 2 ഗുഡ്സ് വിച്ച് ഗീവ് സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗർ വരച്ച് വെച്ചോളൂ കേട്ടോ. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഇൻഡിഫറൻസ് മാപ്പാണ്. ഇവിടെ എന്താണ് നമ്മുടെ കൺസ്യൂമറിന് സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാലും ഫീച്ചേഴ്സ് ചോദിച്ചാലും ഇതൊക്കെ എഴുതാം. സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അതായത് താഴത്തോട്ടാണ് വരുന്നത്. കോൺവെക്സ് ടു, അതിന്റെ ഷേപ്പ് കോൺവെക്സ് ടു ഒറിജിൻ ആണ്. നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നില്ല. ഹയർ ഇൻഡിഫറൻസ് കർവ് ആണ് ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന. നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് നോൺ ആസ് ഇൻഡിഫറൻസ് മാപ്പ്. അപ്പൊ 5-6ഓളം പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫീച്ചേഴ്സ് ചോദിച്ചാലും പ്രോപ്പർട്ടീസ് ചോദിച്ചാലും ഇത് തന്നെ എഴുതാം. ഓക്കെ, നമ്മൾ പറഞ്ഞ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താണെന്നുള്ളത്. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇവിടെ എന്താണ് ഡെഫിനിഷൻ എന്ന് പഠിക്കണം, അതിന്റെ അസംഷൻസ് പഠിക്കണം, അതിന്റെ ഫിഗർ വരയ്ക്കണം, 2 തരം മാർക്കറ്റ് എടുത്ത് എഴുതണം, 2 തരം ഫ്ലോകൾ എടുത്ത് എഴുതണം. 5 സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ 5 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം? ഇറ്റ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ഓർ ഇന്റർ ഡിപ്പെൻഡ്സ് എമംഗ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ പലതരം മേഖലകൾ തമ്മിലുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് എന്ന് പറയുക. അത് പിക്ടോറിയൽ റെപ്രസെന്റേഷൻ, ചിത്രം വരച്ച് കാണിക്കാം. 2 സെക്ടർ മോഡലിലാണ് ഉള്ളത്. 2 സെക്ടേഴ്സ് ഏതൊക്കെയാ? ഹൗസ് ഹോൾഡ്, ഫേം. ഹൗസ് ഹോൾഡ് എന്താ ചെയ്യുന്നത്? ഫാക്ടർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫേം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു. ഹൗസ് ഹോൾഡ് അവരുടെ കംപ്ലീറ്റ് ഇൻകം കൺസംഷന് വേണ്ടി ചെലവാക്കുന്നു. ഫേം അവരുടെ ഔട്ട്പുട്ട് വിൽക്കുന്നു. റിവാർഡ് ഗിവൺ ബൈ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഫാക്ടർ പേയ്മെന്റ്. അല്ലെ, നമുക്ക് റിവാർഡ് പണിയെടുത്ത ആൾക്കാർക്ക് ഫാക്ടർ പേയ്മെന്റ് കിട്ടുന്നു. പിന്നെ ഹൗസ് ഹോൾഡ് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന റിവാർഡ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, ഫേമിന് കൊടുക്കുന്ന റിവാർഡ് എക്സ്പെൻസസ് ആണ്. പിന്നെ മണി ഫ്ലോസ് ഫ്രം ഹൗസ് ഹോൾഡ് ആൻഡ് ഫേം ഓൾസോ. അതായത് മണി എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്? വീടുകളിൽ നിന്ന് ഫേമിലേക്കും ഫേമിൽ നിന്ന് വീടുകളിലേക്കും മണി ഒഴുകുന്നുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് റിവാർഡ് ചെയ്ത ഗുഡ്സിന്റെ റിവാർഡ് എന്താ? എക്സ്പെൻസസ് ആണ്. ഇതൊക്കെ റിവാർഡ് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഫിഗർ നിങ്ങളവിടെ വരച്ചു വെക്കാം. എന്താണ്? ഫേമിനെയും ഹൗസ് ഹോൾഡിനെയും വരച്ചു വെക്കുക. ഹൗസ് ഹോൾഡിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു, പകരം നമ്മൾ കാശ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആൾക്കാർ പണിയെടുക്കാൻ കമ്പനിക്ക് പോകുന്നു, പണിയെടുത്തതിന് പകരം ശമ്പളം കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതില് സാധനങ്ങൾ പോകുന്ന സ്ഥലത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് എഴുതാം, പൈസ പോകുന്ന സ്ഥലത്ത് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് എഴുതാം. ഫാക്ടർ പേയ്മെന്റുകൾക്ക് അവിടെ വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അത് വീടിനാണ് കേട്ടോ വരുന്നത്. ഫാക്ടർ സർവീസസ് ഏതൊക്കെയാന്ന് എഴുതാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഇങ്ങനെ എല്ലാം എഴുതി. ഇവിടെ മണി ഒഴുകുന്ന വേ ഏതാ? നമ്മുടെ ഈ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഫാക്ടർ പേയ്മെന്റ് ആണ് നമ്മൾ പൈസ ഒഴുകുന്ന വഴി. അപ്പൊ അത് രണ്ടും മണി ഫ്ലോ ആണ്. പൈസ ഒഴുകാത്ത വഴി റിയൽ ഫ്ലോ ആണ്. പിന്നെ സാധനങ്ങൾ കൈമാറുന്ന ഈ 2 ലൈൻ ഉണ്ടല്ലോ, 2 സെക്ഷൻ, ഇത് പ്രോഡക്റ്റ് മാർക്കറ്റ് ആണ്, ഇവിടെ നമ്മുടെ ഫാക്ടർ മാർക്കറ്റ് ആണ്. അപ്പൊ 2 തരം ഫ്ലോകൾ ഏതാ? റിയൽ ഫ്ലോ ഉണ്ട്, മണി ഫ്ലോ ഉണ്ട്. റിയൽ ഫ്ലോ എടുത്ത് എഴുതാ, മണി ഫ്ലോ എടുത്ത് എഴുതാ, പ്രോഡക്റ്റ് മാർക്കറ്റ് എടുത്ത് എഴുതാ, ഫാക്ടർ മാർക്കറ്റ് എടുത്ത് എഴുതാ. ഇങ്ങനെ എഴുതിയാലാണ് നമുക്ക് 5 മാർക്ക് അവിടെ കിട്ടുള്ളൂ കേട്ടോ. ഷുവർ ആണേ. നെക്സ്റ്റ് നമ്മുടെ ചോദ്യം, GDP നമുക്ക് വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കുമോ? നോ എന്നാണ്. നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ക്യാൻ വി ട്രീറ്റ് GDP ആസ് ഇൻഡെക്സ് ഓഫ് എ വെൽഫെയർ ക്വസ്റ്റ്യൻ? അപ്പൊ നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇനീക്വാളിറ്റി ആണ്. അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ GDP ഡസ് നോട്ട് ഇൻക്ലൂഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, അതായത് പൈസ ഇടപാടുകളല്ലാത്ത കാര്യങ്ങളൊന്നും അതിലില്ല. അതായത് ഇപ്പോൾ ഇതിലെ ഏറ്റവും നല്ല എക്സാമ്പിള് നമ്മുടെ സർവീസസ് ഓഫ് ഹൗസ് വൈഫ്. ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാര് പുറത്ത് പോയി ജോലി ചെയ്ത് അതേ ജോലി ഒരു വീട്ടുകാരിന് വിളിച്ചാൽ നമുക്ക് 600-800 രൂപ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. GDPയിലെ ഹാംഫുൾ പ്രൊഡക്ട്സും ഇൻക്ലൂഡഡ് ആണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് എക്സ്റ്റേണാലിറ്റി. ഹാംഫുൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ സിഗരറ്റ്, ഡ്രഗ്സ്, ആൽക്കഹോളിക്, ഇഞ്ചുറീസ്, അതൊക്കെ നമുക്ക് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആണ്. സോ അത് നമുക്ക് വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഇത് നിങ്ങളുടേതായ ഓൺവേർഡ്സിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക കേട്ടോ. ദെൻ GDPന്റെ എക്സ്റ്റേണൽ വെച്ചാൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുമ്പോൾ അതിന്റെ അപ്പുറത്തൊരു ഹാംഫുൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു ഫാക്ടറി വരുമ്പോൾ ഒരുപാട് പേർക്ക് എംപ്ലോയീസ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ വേസ്റ്റ് ഡബ് ചെയ്യുമ്പോൾ അവിടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ഒരു ഗുണത്തിനൊരു ദോഷമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഗുണം നമ്മൾ GDPയിൽ എടുക്കാൻ പാടില്ല.
അതാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞത്. അതവിടെ ഈക്വൽ ആയി പോയല്ലോ. അപ്പൊ ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക. ഒന്നും പറ്റില്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോ, പകുതി മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞ എന്താ, ഫങ്ഷൻസ് ഓഫ് മണി ചോദിക്കാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് മണി 3 ഫങ്ഷൻസ് ആണുള്ളത്: പ്രൈമറി, സെക്കൻഡറി, കണ്ടിൻജന്റ് ഫങ്ഷൻസ്. പ്രൈമറി ഫങ്ഷൻസ് ഏതൊക്കെയാണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ. സെക്കൻഡറി ഫംഗ്ഷൻ സ്റ്റോർ ഓഫ് വാല്യൂ, ഡെഫേർഡ് പേയ്മെന്റ്, എക്സ്പെൻഡിച്ചറിന്റെ സ്റ്റാൻഡേർഡ് ആണ്, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ആണ്. കണ്ടിൻജന്റ് ഫംഗ്ഷൻസ് വെച്ചാൽ ക്രെഡിറ്റ്, ലിക്വിഡിറ്റി അറിയാൻ പറ്റും, നാഷണൽ ഇൻകത്തിലേക്ക് പോകുന്നുണ്ട്, ഗ്യാരണ്ടി ഓഫ് സോളവൻസി ആണ്. ഇത് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതാം കേട്ടോ. പിന്നെ നമ്മളോട് പറഞ്ഞത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കർവ്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്താന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്താന്ന് ഒരു 3 മാർക്കിനാ ചോദിച്ചത് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ്? ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ വേർ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവുന്ന സിറ്റുവേഷൻ ആണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഇവിടെ മാർക്കറ്റ് വാല്യൂ, ഇൻട്രസ്റ്റ് റേറ്റ് മിനിമം ലെവലിലേക്ക് എത്തുമ്പോഴാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവുന്നത്. അത് പാരലൽ ടു എക്സ് ആക്സിസ് ആവും. ഈ ഫിഗർ അവിടെ വരച്ച് വെക്കാം. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കുക, ഇങ്ങനെ വരച്ചാൽ മതി. ഇവിടുന്ന് കൂട്ടിമുട്ടിട്ട് ഇങ്ങനെ വരയ്ക്കണം. ഇതൊക്കെ നമ്മുടെ ക്രാഷ് ബാച്ചിലെ കുട്ടികളുടെ നോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇനി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണെന്ന് നമ്മളോട് ചോദിക്കാം. അതായത് ഏതെങ്കിലും മോട്ടീവ്സ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് വെച്ചാൽ ആൾക്കാർ കയ്യിൽ പൈസ വെക്കുന്നത് ഭാവിയിലെ ഊഹക്കച്ചവടം ചെയ്യാനാണ്. അതായത് മെയിൻ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഗോൾഡ് ഒരു 5 പവൻ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ മണി വാല്യൂ കൂടുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ വാങ്ങിച്ചു വെക്കുക. ഈ സ്ഥലങ്ങളും ഊഹക്കച്ചവടങ്ങളും ബോണ്ടൊക്കെ അങ്ങനെയാണ്, ബിസിനസ് ആണത്. ബുള്ളിയൻ ബോണ്ട്സ്, സെക്യൂരിറ്റീസ് എല്ലാം എക്സ്പെക്ടിങ് എ റൈസ് ഇൻ പ്രൈസ് ഓഫ് ദീസ് അസെറ്റ്സ് ഇൻ ഫ്യൂച്ചർ. ഈ അസറ്റുകൾ എന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് മണി വാല്യൂ കൂടുന്നു വിചാരിക്കുകയാണ്. ദ പർച്ചേസ് ദ അസെറ്റ് ദയർ പ്രൈസ് സെറ്റിലോ. അതായത് എപ്പോഴും നമ്മൾ വാങ്ങുക, വില കുറവുള്ളപ്പോൾ വാങ്ങി വില കൂടുതലുള്ളപ്പോൾ വിൽക്കും. അങ്ങനെയാണ് നമുക്ക് അവിടെ ഗെയിൻ ഓർ പ്രോഫിറ്റ് കിട്ടുന്നത്. ആ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡ് ബൈ ആർ മൈനസ് ആർ മി. ഇത് കണക്കാക്കാനൊന്നും വരില്ല, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇത് ഓരോന്ന് എന്താണെന്ന്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, മാക്സിമം റേറ്റ് ആണ്, മിനിമം റേറ്റ് ആണ്. ഇത് 0 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് 4-5 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നീട് നമ്മളോട് ചോദിച്ചത് 4 മാർക്കിന്റെ വേറൊരു ഷുവർ ക്വസ്റ്റ്യൻ, മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്ന് വെച്ചാൽ എന്താ? മണി, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മണീനെ എങ്ങനെയെല്ലാം സ്പെസിഫിക് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. M1, M2, M3, M4 ഇത് കാണാപ്പാഠം പഠിക്കുക, ടെക്സ്റ്റിലുണ്ട് ഇക്വേഷൻസ്. ഇതിൽ M1, M2 നാരോ മണി, M3, M4 ബ്രോഡ് മണി, M1 മോസ്റ്റ് ലിക്വിഡ്, M4 ലീസ്റ്റ് ലിക്വിഡ്, M3 ആണ് നമ്മൾ അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. ഇതൊക്കെ നമുക്ക് 5 മാർക്ക് 6 മാർക്കിലേക്ക് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ പിന്നീട് മിസ് പറഞ്ഞ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. കമ്മോഡിറ്റി ഡിമാൻഡ് നിശ്ചയിക്കുന്ന ഫാക്ടേഴ്സ്: പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, ഇൻകം ഓഫ് കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. 4 ഘടകങ്ങളാണ് ഉള്ളത്. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഇൻകം കൂടിക്കഴിഞ്ഞാൽ 2 തരം ഗുഡ്സ് ഉണ്ട്, നോർമൽ ഗുഡ്സ് ഉണ്ട്, ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ അതിൽ എഫക്റ്റ് വേണം കേട്ടോ. ദെൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്, കോംപ്ലിമെന്ററി ഗുഡ്സ് ഉണ്ട്. ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇതൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സ് ആണ്. ദെൻ പിന്നീട് നമുക്ക് 4 മാർക്കിന് ചോദിക്കാറുള്ള ചാൻസ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഡിഫറെൻറ്റ് വേസ് ആണ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് 5 ഡിഗ്രീസ് 5 എണ്ണം ഉണ്ട്. 5 വരയ്ക്കാനറിയണം, എന്താ പേരെന്നറിയണം, അതിൻ്റെ എന്താണ് വാല്യൂ അറിയണം. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇലാസ്റ്റിക്, ഈക്വൽ ആണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ലെസ് ദാൻ 1. അതുപോലെ തന്നെ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഇൻഫിനിറ്റ് ആണ്. ഇങ്ങനെ നമ്മൾ വരച്ചാൽ അത് 0 ആണ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏകദേശം ഒരുവിധം എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. GDP, വെൽഫെയർ, ലിക്വിഡിറ്റി ട്രാപ്പ്, ഫങ്ഷൻസ് ഓഫ് മണി, ഒരുവിധം എല്ലാം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കണ്ടീഷൻസ് എല്ലാം നമ്മൾ 4-5 മാർക്കിൻ്റെ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വേഗം ഈ ടോപ്പിക്കുകൾ പഠിക്കാറ്. ഒന്നും പറ്റില്ലെങ്കിൽ ഈ ടോപ്പിക്കുകൾ മാത്രം പഠിച്ച് നാളെ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻഡിഫറൻസ് കർവ്, റിട്ടേൺസ് ടു സ്കെയിൽ, ഇതിൽ 3 ലിങ്കേജസും അതുപോലെ അത് 6ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഹാൻഡ് റിട്ടൺ നോട്ട്സുകൾ, ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ പഠിക്കാൻ പറ്റുന്ന ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നാളെ ഇന്ന് എല്ലാ ക്ലാസ്സും കിട്ടി നിങ്ങൾ ഒരുമിച്ച് പഠിക്കില്ല, പക്ഷെ നമുക്കത് ഇനിയുള്ള സമയത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.